എല്ലാവരും ഒന്നടങ്കം സിദ്ധാർത്ഥനെ കുറ്റപ്പെടുത്തുമ്പോൾ സിദ്ധാർത്ഥനോടൊപ്പം നിൽക്കുന്നത് ദേവിക മാത്രമാണ്. എന്തായാലും ഞാൻ ഒരു ലൈവ് കൊടുക്കാനായിട്ട് പോവാണ്. അതായത് അച്ഛൻ എന്നെയും പിന്നെ എൻ്റെ അമ്മയെയും ചേച്ചിയും ഞങ്ങളെല്ലാവരെയും ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിനോടൊപ്പം പുറകെ പോയി, അങ്ങനെ ഒരു മകളുണ്ടായി, അതാണ് തനൂജ എന്നുള്ള സത്യം എന്നൊക്കെ ഇങ്ങനെ നന്ദൻ ഇങ്ങനെ പറയുന്ന സമയത്ത് സിദ്ധാർത്ഥന് ഒത്തിരി സങ്കടമാവുന്നു. സിദ്ധാർത്ഥൻ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ മാറി നിന്ന് കരയുന്നു. എങ്കിലും മനസ്സിൽ ആ ഒരു രഹസ്യം, അതായത് തനൂജ ആരുടെ മകളാണെന്നുള്ള സത്യം ഇപ്പോൾ സിദ്ധാർത്ഥന് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ ഓരോരോ ചോദ്യം കൊണ്ട് തന്നെ അവർ ബുദ്ധിമുട്ടിക്കും. അതുമാത്രമല്ല ഇനിയും വലിയൊരു പ്രശ്നങ്ങളുണ്ടാകും. മകനും താനും തമ്മിൽ മിക്കവാറും അടിപിടി തന്നെ ഉണ്ടാവാൻ സിദ്ധാർത്ഥൻ കുറച്ചു ദിവസം മാറി നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിന് പ്രകാരം ഒരാളോട് പോലും ഒരു വാക്കും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതേസമയം ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛൻ ഇങ്ങനെ അവിശ്വസിക്കരുത്. അച്ഛൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകില്ല. എപ്പോഴും നന്മകൾ മാത്രം ചെയ്യുന്ന ആളാണ്. മറ്റുള്ളവർക്ക് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളും. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും അച്ഛൻ ചതിക്കില്ല എന്ന് എനിക്ക് അറിയാം. അത് കേട്ടിട്ട് വളരെ ദേഷ്യത്തിൽ തന്നെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അത് കൊള്ളാം, ഞാൻ സിദ്ധാർത്ഥനെ മനസ്സിലാക്കി, പക്ഷേ അതിനേക്കാളൊക്കെ നിനക്കറിയാമോ, നീയാണോ കൂടുതൽ മനസ്സിലാക്കിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളാകെ തളർന്നു പോകുന്നു. ഇതുവരെ ദേവികയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന പ്രഭാവതി അവളോട് ദേഷ്യത്തിലാണ് ഓരോ സംസാരിക്കുന്നത്. തനുജ സിദ്ധാർത്ഥന്റെ യഥാർത്ഥ മകളാണോ എന്നുള്ള സത്യം അറിയാനായിട്ട് പ്രഭാവതിയും നന്ദനും രജനിയും ശ്രമിക്കുമ്പോൾ ദേവിക മാത്രം അതിന് തടസ്സമായിട്ട് നിന്നുകൊണ്ട് ഇപ്പോഴൊന്നും അന്വേഷിക്കേണ്ട, നമുക്ക് സാവധാനം ചോദിച്ചറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അവർക്ക് അമ്മയ്ക്കും മക്കൾക്കും ഒട്ടും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതിനിടയ്ക്ക് സിദ്ധാർത്ഥനെ കാണാത്തൊരു വിഷമത്തിൽ ദേവികയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഗിരീഷിനെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവിടെ എങ്ങാനും അച്ഛൻ വന്നോ? ഇവിടെ ചില കശപിശകൾ ഉണ്ടായി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുമുണ്ട്. ഗിരീഷ് പക്ഷേ മറ്റൊരു മറുചോദ്യം ചോദിക്കുകയാണ്, അല്ല, എനിക്കൊരു സംശയമുണ്ട്, യഥാർത്ഥത്തിൽ ഈ സിദ്ധാർത്ഥ സാറും ഈ തനൂജ എന്ന് പറയുന്ന പെൺകുട്ടി തമ്മിലുള്ള ബന്ധം എന്താ? തനൂജ യഥാർത്ഥത്തിൽ ആരാണ്? ഒരു ബന്ധമില്ലാതെ അവിടെ അമ്പലത്തിൽ വന്നിട്ട് അവൾ അങ്ങനെ ഷോ കാണിക്കുമോ? അതോ ഇനി പാർട്ടി പ്രവർത്തകർ സിദ്ധാർത്ഥ സാറിന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കഥാപാത്രത്തെ ഇറക്കിയതാണോ? അത് കേട്ടിട്ട് ദേവികയ്ക്കും മറുപടിയില്ല. മറുപടി പറയേണ്ട ആൾ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടല്ലോ. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞൊഴിയാണ് ദേവിക. കുടുംബത്തിന് മൊത്തം മാനക്കേട് ഉണ്ടാക്കിയല്ലോ സിദ്ധാർത്ഥ സാറെന്ന് ഈ ഗൗരിയാണെങ്കിൽ മുരളിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ സാർ ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുമെന്ന് എനിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മുരളി ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ സിദ്ധിന് വേണ്ടി സംസാരിക്കുന്നത് മുരളിയും പിന്നെ ദേവികയും മാത്രമാണ്. ഇതിനിടയ്ക്ക് നന്ദൻ വിളിച്ചിട്ട് മുരളിയോട് പറയുന്നുണ്ട്, എടാ അച്ഛനെ കാണുന്നില്ല. എടാ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും സാറിനെ അന്വേഷിക്കണം. അച്ഛന് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേടാ. അത് കേട്ടിട്ട് നന്ദൻ പറയുന്നുണ്ട്, അച്ഛൻ പോയത് മിക്കവാറും അവളുടെ അടുക്കൽ തന്നെയാവും, അച്ഛന്റെ പുതിയ മകളുടെ അടുക്കൽ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് പോയാൽ അവളുടെ അമ്മയ്ക്ക് ഇഷ്ടാവോ? അത് കേട്ട് മുരളി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രജനി ദേഷ്യത്തിൽ ദേവികയോട് പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരിയാ, നീ ഇടപെടണ്ട. എന്തായാലും ദേവികയ്ക്ക് അത് അത്യാവശ്യമായിരുന്നെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ദേവിക ആകപ്പാടെ അമ്പരം നിൽക്കുന്നു. ബാക്കി വിശേഷമായി വീണ്ടും കാണാം. ഈ റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ